നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് റെഡിമെയ്ഡ് ബ്ലൗസാണ്. അതിനകത്ത് റെഡിമെയ്ഡ് കോട്ടൺ ബ്ലൗസ്, സ്കിൻ ഫിറ്റ് അങ്ങനത്തെ അല്ല, കോട്ടൺ ബ്ലൗസാണ്. കൂടുതലും അജ്രക് പ്രിൻ്റ് അങ്ങനെ അതും ഇതൊക്കെ വരുന്ന ബ്ലൗസ്. ഇതിനകത്ത് ബ്ലൗസ് നമ്മൾ ഒത്തിരി തവണ കാണിച്ചിട്ടാണ്, ആയിരക്കണക്കിന് ബ്ലൗസുകൾ വിറ്റിട്ടുള്ളതുമാണ്, ഒത്തിരി പേര് പർച്ചേസ് ചെയ്തിട്ടുള്ളതുമാണ്. അന്നേരം എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ്. ഒന്നുകൂടെ പറയുക, ബ്ലൗസ് വാങ്ങിക്കാനായിട്ട് വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും ഇത് ഫുള്ള് കേട്ടിട്ട് പോകാവുള്ളൂ. സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം അതിന് ശേഷം ബ്ലൗസ് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് റിട്ടേൺ എടുക്കില്ല, റീഫണ്ട് ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, ഒന്നുമില്ല. ബ്ലൗസിന് അങ്ങനത്തെ യാതൊരു സംഭവങ്ങളും ഇല്ല. വൺസ് നിങ്ങളത് വാങ്ങിച്ചതാണ്, പരാതിയായിട്ട് വരരുത്. ഇത് കേട്ടിട്ടേ വാങ്ങിക്കാവുള്ളൂ. കാരണം ബ്ലൗസ് ആയതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് പറഞ്ഞു തന്നെയാണ് തരുന്നത്. ബ്ലൗസ് ഇതിപ്പം 34 അല്ലേ, 34 തൊട്ടല്ലേ, 34, 36, 38, 40 ഇത്രയും സൈസിലുള്ള ബ്ലൗസാണ് കാണിക്കുന്നത്. ഇതെല്ലാം സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. സൈസ് 34 ആണെങ്കിൽ 34, ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ FO, ബാക്ക് ഓപ്പൺ ആണെങ്കിൽ BO, പിന്നെ അതിൻ്റെ പ്രൈസ് ഇത്രയും സ്ക്രീനിൽ കാണും. നിങ്ങൾ വേറെ ഒന്നും കഷ്ടപ്പെടണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പലരും പറയുന്ന പോലെ സോർട്ട് ചെയ്ത് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. 34 തന്നെ, 36 തന്നെ അങ്ങനെ ആയിരിക്കാം ഇപ്പോൾ കാണിക്കുന്നത്. കാരണം ഇതിനകത്ത് വേറെ പല കാര്യങ്ങൾ, ഫ്രണ്ട് ഓപ്പണോ ബാക്ക് ഓപ്പണോ ഒക്കെ വ്യത്യാസം വരും. അത് തന്നെ കാണിച്ചു കഴിയുമ്പോൾ അപ്പം നിങ്ങൾ സ്ക്രീനിൽ മാത്രം നോക്കുക. പിന്നെ ബ്രാസ് സൈസാണ് ഇതിനകത്ത്. ഈ 34, 36, 38, 40 എന്ന് പറയുന്നത് ഈ കോട്ടൺ ബ്ലൗസുകൾക്ക് ബ്രാസ് സൈസാണ്. ബ്രാസ് സൈസ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ 36 എൻ്റെ ബ്രാസ് സൈസെങ്കിൽ എനിക്ക് 38 എടുക്കാം, 40 എടുക്കാം, 36 എടുക്കാം, 34 എടുത്തിട്ട് വലുതാക്കാൻ വേണമെങ്കിൽ. പക്ഷേ അതിനകത്തുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഇതിപ്പോൾ ഒരു 1-2 ഇഞ്ച്, 2-2.5, ചിലതിന് 4 ഇഞ്ച് വരെയും കൂട്ടാനുള്ള ഓപ്ഷനുണ്ട്, ചിലതിന് 2 ഇഞ്ച് വരെ കൂട്ടാനേ ഉള്ളൂ. അവനവനെ കഴിഞ്ഞും ചെറിയ സൈസ് എടുത്താൽ അതിനകത്തുള്ള ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ബോഡിയുടെ ഷേപ്പ് ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. നമ്മളിപ്പം ബ്രാ വാങ്ങിച്ചാണ് തന്നെ 38 സൈസ് ബ്രാ വാങ്ങിക്കുന്നവർക്ക് എല്ലാവർക്കും 38A, 38B, 38C എന്ന് പറഞ്ഞ കപ്പ് സൈസ് ആയിരിക്കും. എല്ലാവർക്കും അത് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ ബോഡിയുടെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്, ചിലർക്ക് ഇവിടെ നല്ല വിരിവ് കൂടുതലായിരിക്കാം, ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് ഫാറ്റൊക്കെ ഉള്ളവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. പിന്നെ ഇവിടുത്തെ വണ്ണം കൂടുതലായിരിക്കാം, വയറിൻ്റെ ഇവിടുത്തെ വണ്ണം കൂടുതലായിരിക്കാം, ചിലരുടെ ബോഡിയുടെ ഷേപ്പ് ഇങ്ങനെ അകത്തോട്ട് തൂങ്ങിയായിരിക്കാം. ഇങ്ങനെ പല ഇതുണ്ട്. ഇത് നമുക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇത് വരുന്നവർ ഒരു കാരണവശാലും ചെറിയ സൈസ് എടുക്കരുത്. എൻ്റെ ബോഡി ഇച്ചിരി വിരിഞ്ഞതാണെന്ന് എനിക്കേ അറിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന് ചേരുന്ന, അപ്പോൾ ഇച്ചിരി കൂടെ വലിയ സൈസ് എടുക്കുന്നതായിരിക്കും ഉചിതം. ബോഡിയുടെ ഫിറ്റിങ് ശരിയല്ലാതെ വന്നിട്ട് ബ്ലൗസ് ശരിയാകാതെ വന്നാൽ അതിന് നമ്മളെ കുറ്റം പറയരുത്. അങ്ങനെ ഈ ബ്ലൗസ് ഞാൻ പറഞ്ഞില്ല, ആയിരക്കണക്കിന് വിറ്റിട്ടുണ്ട്. എന്നിട്ട് വളരെ 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 റെയറായിട്ട്, അതായത് ഒരു 5-ൽ താഴെ അത്രയൊക്കെ ഒരു കംപ്ലൈൻസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ഇതെല്ലാം പറഞ്ഞിട്ടും മനസ്സിലാകാതെ വാങ്ങിച്ചാണ് എന്താണോ അറിയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഓൾട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പം നിങ്ങൾ വാങ്ങിച്ചത് നിങ്ങൾക്ക് 36 സൈസേ സൈസ് ഉള്ളൂ, നിങ്ങൾ വാങ്ങിച്ചത് 38, 40 ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. അതിനകത്ത് ഒന്ന് മാത്രം ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളുടെ കൈയുടെ വണ്ണം, നിങ്ങളുടെ ഉടലിൻ്റെ വണ്ണം ഇത്രയും അളവെടുത്ത് ഓൾട്ടർ ചെയ്യുക. നമ്മളൊരു കുർത്തി വാങ്ങിച്ചാൽ ഓൾട്ടർ ചെയ്യുന്ന പോലെ ഇത്രയും അടിച്ച് ഷേപ്പാക്കുക, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ബ്ലൗസ് പാഡഡ് ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല. പാഡ് ഇതിനകത്ത് നിന്ന് നമ്മളിവിടെ അഴിച്ച് കളഞ്ഞിട്ട് ആ പാഡ് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും അടിച്ചാൽ മതി. പാഡഡാന്നോർത്ത് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർ പാഡഡാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതാണെന്നോർത്ത് അത് വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ല. ഇതാണ് അതിനുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ സൈസിനെ കഴിഞ്ഞും താന്നത് വാങ്ങിക്കാൻ കഴിവതും ശ്രമിക്കാതിരിക്കുക. കാര്യം അത് വലുതാക്കാൻ പറ്റും. 38 സൈസുള്ള ആൾക്ക് 36 എടുത്താൽ 38 ആക്കാൻ പറ്റും. പക്ഷേ ശരീരത്തിൻ്റെ ബോഡിയുടെ ഒരു ഷേപ്പുണ്ട്, അതനുസരിച്ച് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അത് നിങ്ങളുടെ ഓൺ റിസ്കിൽ ചെയ്യുക. കാരണം നിങ്ങളിപ്പോൾ വേറെ സ്ഥലത്തിരിക്കുന്ന ആളുടെ ബോഡി ഷേപ്പ് കണ്ട് നമുക്ക് തരാൻ പറ്റത്തില്ല, നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. അതാണ്. പിന്നെ ഇതിൻ്റെ ഡെസ്പാച്ച് എന്ന് പറയുന്നത് 3 ദിവസം തൊട്ട് 8 ദിവസം വരെ എടുത്ത് ഇതിൻ്റെ ഡെസ്പാച്ച് ചെയ്യുന്നുള്ളൂ. ബുക്ക് ചെയ്യുന്ന ടേണിലും പിന്നെ 3 ദിവസത്തിന് ശേഷമേ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. എല്ലാ ദിവസത്തെയും വീഡിയോയിൽ പോലെ പിറ്റേ ദിവസം തന്നെ ഡെസ്പാച്ച് ചെയ്യില്ല. 3 ദിവസം തൊട്ടേ ഡെലിവറി അല്ല ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെന്താ, വേറെ എന്തെങ്കിലും പറയാട്ടോ? ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇതാ പറയുന്നത്, ഫോട്ടോ ഒന്നും കൂടെ എടുത്ത് കാണിക്കാൻ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഇതിനകത്ത് കാണുന്നതാണ് കറക്റ്റ്. ഫോട്ടോ എടുത്ത് കാണിക്കാൻ പറയും, വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും വെട്ടത്ത് വെച്ച് എടുത്ത് കാണിക്കുന്ന ഫോട്ടോ ആയിരിക്കും അതിൽ
വേറെ കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമത് ഈ ബുക്ക് ചെയ്യാനിരിക്കുന്നവരുടെ ഈ ബ്ലൗസോ സാധനങ്ങളോ ഒന്നുമില്ല. ഈ ബ്ലൗസിൻ്റെ നമ്പറുകളും പിന്നെ അത് എത്ര എണ്ണം സ്റ്റോക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സ്ക്രീനിൽ കാണുന്നത് ബ്ലൗസിന് ഒരു നമ്പർ കാണും. ഫ്രണ്ട് ഓപ്പൺ ആണ്. FO എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓപ്പൺ, BO എന്ന് പറഞ്ഞാൽ ബാക്ക് ഓപ്പൺ, പിന്നെ അതിൻ്റെ സൈസ് കാണും, പിന്നെ ഇതിൻ്റെ പ്രൈസ് കാണും. ഇത്രയും സാധനങ്ങൾ വേണം. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ കൂട്ടി വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ. 1-ാം നമ്പർ 36 സൈസ്, പിന്നെ FO ഓർ BO, അല്ലെങ്കിൽ പിന്നെ റേറ്റ് എല്ലാത്തിനും ഏകദേശം സെയിം ആണെന്ന് തോന്നുന്നു. ഇതാണ് ആദ്യത്തെ ബ്ലൗസ്. ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളർ വരുന്ന അജ്രക്ക് പ്രിൻ്റ് വരുന്ന ബ്ലൗസ്. ഫ്രണ്ട് ഓപ്പൺ ആണ്. ഞാൻ ഓരോന്നും ഫ്രണ്ട് ഓപ്പൺ എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇത് ഓർത്താൽ മതി. ഫ്രണ്ടിൽ ആ സ്ക്രീനിലുണ്ട് FO ബൈ BO എന്നുണ്ട്, അത് നോക്കിയാൽ മതി. ഇത് തന്നെ ഉണ്ടോ? ഇതാണ് ബാക്കിലത്തെ ബ്ലൗസ്. ഈ ഒരു സാധനം വേണ്ട എങ്കിൽ ഈസി ആയിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്, ഒരു സ്റ്റൈലാണ് ഇത്. അടുത്തത് ഇങ്ങനെ ബാക്ക് നെക്കിനൊക്കെ ന്യായമായിട്ടുള്ള ഇതേ ഉള്ളൂ, ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ളൂ, ഓവറായിട്ടില്ല. ചിലതിനൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല, മിക്കതിനും അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം. എന്നാണ് ബ്ലൗസ് നമ്മൾ ഇതുപോലെ പിന്നെയും എൻക്വയറി വരുന്നതും പിന്നെയും കാണിക്കുന്നതും. നമുക്ക് ബ്ലൗസിന് അതുപോലെ സമ്മതി ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ അതുപോലെ ചോദിക്കുന്നതും അതുപോലെ ആവശ്യപ്പെടുന്നതും കൊണ്ടാണ്. ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഫ്രണ്ട് ഓപ്പൺ ആണ് ഇതൊക്കെ. ഇതിപ്പോൾ 36 സൈസാണല്ലോ, എല്ലാം മിക്സഡാണോ? അയ്യോ, അത് നോക്കി വേണം വാങ്ങിക്കാൻ കേട്ടോ. ഇവർ മിക്സാക്കിയാണ് വെച്ചിരിക്കുന്നത്. 34, 36 എല്ലാം മിക്സാക്കിയാണ് ഇരിക്കുന്നത്. അത് സോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ അത് വരുമ്പോൾ ഫ്രണ്ട് ഓപ്പണും ബാക്ക് ഓപ്പണിലും തമ്മിലുള്ള വ്യത്യാസം വരും. അതുകൊണ്ടാണ്. ഇതുണ്ട്, ബാക്ക് നെക്കൊന്നും ഓവറായിട്ടില്ല. ചിലതിന് വരും, പക്ഷേ ന്യായമായിട്ട് കുറച്ച് വേണം. ബാക്ക് നെക്ക് ഇറക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഇറങ്ങണം. അല്ലാതെ അതുമല്ല ഇതുമല്ല എന്നുള്ള രീതിക്ക് പോയാലും ഒരു ഭംഗിയില്ലല്ലോ. ഇതിൻ്റെ ബാക്ക് നെക്കൊക്കെ ഉണ്ട്, ഒരു ചെറിയൊരു ഓവൽ ഷേപ്പിലാണ് പോയിരിക്കുന്നത്. ഇപ്പം ബ്ലാക്ക് കളറ്, ഇത് നേവി ബ്ലൂ കളറ്. ഈ ബ്ലൗസുകളൊക്കെ ഈ ദിവസങ്ങളിലെല്ലാം ഒത്തിരി എൻക്വയറി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലൗസുകൾ തന്നെ ഇന്ന് കാണിക്കും. അന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് കാണിക്കുമ്പോൾ നിങ്ങളാരും ഓർക്കരുത്, അത് മനഃപൂർവ്വം ആണ്. കാരണം അങ്ങനെ ഓരോന്ന് പെറുക്കിയേ ഭയങ്കര പാടാണ്. ഇത് തപ്പി ഉണ്ടോയെന്ന് നോക്കുമ്പോൾ ഇല്ല എന്നങ്ങ് പറയും. ബ്ലൗസ് സാധാരണ നമ്മൾ ആ വീഡിയോ കാണിക്കുന്ന ഒരു സമയത്ത് മാത്രമേ അതിൻ്റെ സെയിൽ നടത്താറുള്ളൂ. ഇതൊക്കെ ഒത്തിരി എണ്ണം കണ്ടിട്ടുള്ളത് കൊണ്ട് കാണാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഫ്രണ്ട് ഓപ്പൺ ആണ് കാണിക്കുന്നത്. കൈ ഇത്രയും വരും, ചിലതിന് കുറച്ചും കൂടെ ഇറങ്ങി വരും, ചിലതിന് ഇത്രയും വരും. എല്ലാം എബോവ് എൽബോയാണ്. ഇതിപ്പോൾ നേവി ബ്ലൂ കളറ് വന്നിട്ട് നിറച്ചും സിക്സാഗ് പ്രിൻറ്റ്. നേവി ബ്ലൂ എന്ന് പറഞ്ഞാൽ ഇല്ല, അത് ആ ലൈനിങ്ങിൻ്റെ കളറാണ്, ആ പൈപ്പിംഗ് ഒക്കെ പോയേക്കുന്നതിൻ്റെ കളറാണ്. ഇതാണ് കളർ. ഉണ്ടോ? ഇതൊക്കെ എപ്പോഴും എൻക്വയറി വരുന്ന ബ്ലൗസുകൾ. അന്നേരം തന്നില്ലെന്ന് ഓർത്ത് പരാതിപ്പെട്ടേക്കരുത്. അങ്ങനെ പരാതിയൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ ഇല്ലായിരുന്നു, ഇപ്പോൾ എവിടെ നിന്നാണ് ഉണ്ടായത്. ബ്ലാക്ക് കളർ അജ്രക്ക് പ്രിൻ്റ്. ഇതിപ്പോൾ പാടില്ലാതെയാണ്. ഇത് ഫ്രണ്ടിലാണെങ്കിൽ ടക്ക് ഇട്ടിട്ടുണ്ട്. പ്രിൻസസ് കട്ടല്ല, ടക്ക് ഇട്ടേക്കുക. എല്ലാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ കൊണ്ട് തന്നെ തയ്ച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ചിലത് ഇതിപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ഓർക്കും കോട്ടൺ അല്ല മിക്സ് ആണ്. ഇത് സാറ്റിൻ കോട്ടൺ എന്ന് പറയും. അതായത് സാറ്റിൻ കോട്ടൺ എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് മാത്രമേ ഓർക്കാവുള്ളൂ, മറ്റൊന്നും ഓർക്കരുത്. സാറ്റിൻ എന്നുള്ള ആ വാക്ക് കേൾക്കുമ്പോൾ വേറൊരു കാര്യം ഓർക്കരുത്. സാറ്റിൻ്റെ ആ അത്രയും സോഫ്റ്റ്നെസ് വരുന്ന കോട്ടൺ, അതാണ് അതിനകത്തുള്ളത്. അതിന് വില കൂടുതലാണ്, ശരിക്കും ക്വാളിറ്റിയും കൂടുതലാണ്. പക്ഷേ എല്ലാത്തിനും ഒരു റേറ്റാന്ന് തോന്നിട്ടേക്കുന്ന. ഇതൊരു ലാവണ്ടർ ഷെയ്ഡ് പോലത്തെ ഉള്ള ഒരു സംഭവം. ഡോർ ക്ലോസ് ചെയ്തേ. ഇത് എന്താ
നേവി ബ്ലൂ. ഇത് പ്രിൻസസ് കട്ടാണ്, ഫ്രണ്ട് ഓപ്പൺ. ആഷ് കളറ്, നല്ലൊരു കളറ്. എന്താ ഫ്രണ്ട് ഓപ്പൺ. ഇന്നലെ കാണിച്ച പ്ലെയിൻ സാരികൾക്കൊക്കെ പലതിനും ഇത് ഓക്കെയാണ്. ഒത്തിരി എണ്ണം നല്ല ഭംഗിയായിരിക്കും. മാറി മാറിയൊക്കെ ഉടുക്കുമ്പം വേറെ ബ്ലൗസ് ഇട്ട് പോകുമ്പോൾ സാരി മാറി, ഒരേ സാരി ബ്ലൗസ് പലതും ആകുമ്പോൾ അറിയത്തില്ല. അതൊരു ഭംഗിയാണ്. മൾട്ടി കളർ. ഫ്രണ്ട് ഓപ്പൺ ആണ്. മുമ്പേ കാണിച്ച ബ്ലൂവിൻ്റെ ഗ്രീൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്ലൗസുകളുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കണം. എന്നിട്ട് ഒത്തിരി സ്റ്റോക്ക് ഉണ്ടോ ഇതിന്? ഇല്ലേ? അപ്പം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ചോദിച്ചതില്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്ത് വീണ്ടും ചോദിക്കുക. ചിലരുണ്ട് ഒരു 10-15 ബ്ലൗസിൻ്റെ ഒന്നിച്ച് ഇങ്ങോട്ട് അയക്കും. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ആദ്യം 2-3 മാത്രമേ എനിക്ക് തോന്നുന്നു ഇവർ നോക്കത്തുള്ളൂ എന്ന് തോന്നുന്നത്, ഉണ്ടോ ഇല്ലയോ എന്ന്. കാരണം അത് മൊത്തം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അതിലും ഭേദം ഒരെണ്ണം അങ്ങനെയൊക്കെ വലിയ ഡിമാൻഡ് വെക്കുമല്ല കേട്ടോ, അങ്ങനെയൊന്നും ഓർത്തേക്കല്ലേ എൻ്റെ പൊന്നെ. ഇത് ബാക്ക് ഓപ്പൺ ആണേ. എന്നാന്നറിയോ, നല്ല പാടുവിടാതെ പറ്റുമോ അല്ലേ, കാര്യം നടക്കുമല്ലേ. ഇതെല്ലാം ബാക്ക് ഓപ്പൺ ആണേ. സ്റ്റൈലിഷ് ആയിട്ടൊക്കെ കുറച്ച് സാരിയൊക്കെ എടുക്കുന്നവർക്ക് ബാക്ക് ഓപ്പൺ ആണെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇത് സാരി ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ. ഫുൾക്കാരി. ഇൻഡിഗോ ബ്ലൂ. ഇതും ഈ പറഞ്ഞ പോലെ മറ്റേ സാറ്റിൻ കോട്ടൻ്റെ മെറ്റീരിയൽ. ബാക്ക് ഓപ്പൺ. ഇനി എല്ലാം ബാക്ക് ഓപ്പൺ ആണോ അതോ മിക്സ് ആണോ? ബാക്ക് ഓപ്പൺ, നല്ല കോട്ടൺ. സ്പീഡ് കൂടുതലാണോ? ബാക്ക് അടിക്കണോ? അല്ല എന്ന് വെച്ചാൽ എന്നെ സ്ക്രീനെ നോക്കിയല്ലേ സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. അല്ല ഇത് പച്ചയൊക്കെ വേഗം കാണിച്ചോന്നാണ് ചോദിച്ചേ. ലാവണ്ടർ ഷെയ്ഡ്. എനിക്ക് തിരക്ക് കൂടുതലാണ്, അതുകൊണ്ട് കൂടെ ക്ലോക്കെ നോക്കുന്നു. ഗ്രീൻ കളറിൻ്റെ 6 ആഗ് അജ്രക്ക്. അതെല്ലാം കാണിച്ചു കഴിഞ്ഞതാണോ? ഇത്രയും കൂടെ ഉള്ളോ? സന്തോഷം. ബാക്ക് ഓപ്പൺ ആണേ. ഇത് മുമ്പേ കാണിച്ചതിൻ്റെ ബാക്ക് ഓപ്പൺ. ബാക്ക് ഓപ്പൺ വേണ്ടവർ ബാക്ക് ഓപ്പൺ എടുത്തോളൂ. ഫ്രണ്ട് ഓപ്പൺ ബാക്ക് ഓപ്പൺ ഇടാൻ പ്രശ്നമില്ലാത്തവർ. ചുമ വന്നിട്ട് പനി വന്നിട്ട് ചുമ പോകുന്നേ ഇല്ല. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇത് അതായി പറഞ്ഞത് സൈസ് നോക്കി അവനവൻ്റെ സൈസ് ഞാൻ താന്നത് എടുക്കുകയാണെങ്കിൽ, ചിലരൊക്കെ തന്നെ അങ്ങനെ എടുക്കാറുണ്ട്. കാരണം ഇഷ്ടം കൊണ്ടേ അവനവൻ്റെ സൈസ് ഇല്ലെങ്കിൽ. അപ്പോൾ ബോഡിക്ക് വലിയ വിരിവൊന്നുമില്ല, ഒരു നോർമൽ ഇതാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമുക്കെതിലേ പോയാലും 2-3 ഇഞ്ച് വണ്ണം കൂട്ടാനുള്ള ബാലൻസ് ചെയ്യാനുള്ള ഇവിടെ ഉണ്ട്, തുമ്പുണ്ട്. പിന്നെ അങ്ങനെ അല്ലാത്തവർ നല്ല ഫാറ്റി ആയിട്ടൊക്കെ അങ്ങനത്തെ ബോഡിയൊക്കെ ഉള്ളവർ പറ്റത്തില്ലായിരിക്കാം. അത് നോക്കി വാങ്ങാവുള്ളൂ. അപ്പം ഒത്തിരി വണ്ണം കൂടുതലുള്ളവർ അവനവൻ്റെ സൈസിനെ കഴിഞ്ഞ് 1-2 സൈസ് കൂടുതൽ വാങ്ങിച്ചാൽ, ഇപ്പോൾ 34 സൈസുള്ളയാൾ 40 സൈസ് വാങ്ങിച്ചാലും ഒരു കുഴപ്പമില്ല. അത് ഈസി ആയിട്ട് ഓൾട്രേഷൻ ചെയ്യാം. ഷോൾഡറൊന്നും ഇറങ്ങി പോകത്തില്ല, ഇവിടെ അടിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് കൂടുതൽ ബാലൻസ് വരുന്നത് കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അതേസമയം 40 സൈസുള്ളയാൾ 38 സൈസ് എടുത്ത് റിസ്ക് എടുക്കുമ്പോൾ അവനവൻ്റെ ഓൺ റിസ്കിൽ എടുക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ഡെസ്പാച്ച് 3 ദിവസം തൊട്ട് 8 ദിവസം വരെയാണ് ഡെസ്പാച്ചിൻ്റെ ടൈം. പിന്നെ ഒരു കാരണവശാലും അറ്റ് എനി കോസ്റ്റ് റിട്ടേൺ, റീഫണ്ട്, എക്സ്ചേഞ്ച് ഇതില്ല. കാരണം ബ്ലൗസ് ആയതുകൊണ്ടാണ്. ബ്ലൗസ് നിങ്ങളാണെങ്കിൽ തന്നെ നിങ്ങൾ മറ്റൊരാളിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അവരുടെ കയ്യിലിരുന്ന ഒരു ബ്ലൗസ് നിങ്ങൾക്ക് മതിയെന്ന് നിങ്ങളെ സമ്മതിക്കോ? അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ബ്ലൗസ് ആയതുകൊണ്ടാണ്. വേറെ ഒരു സാധനത്തിൽ ഞാൻ അങ്ങനെ കട്ട് ആൻഡ് ഷോർട്ടായിട്ട് പറയുന്നില്ലോ.
റിട്ടേൺ, റീഫണ്ട്, എക്സ്ചേഞ്ച് ബ്ലൗസിനില്ല. നിങ്ങൾ നോക്കി വാങ്ങിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം ഈ ബ്ലൗസ് അറിയാം. കാരണം എല്ലാവരും തന്നെ നല്ലൊരു മെജോറിറ്റി ആൾക്കാരും തന്നെ വാങ്ങിച്ചു വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്ലൗസിൻ്റെ വീഡിയോ ഇടാത്തതിന് ചോദിക്കുന്നവരേ ഉള്ളൂ. പിന്നെ എന്താ പറഞ്ഞാൽ എവിടെയാണേലും ഒരു ചെറിയ മിസ്റ്റേക്കും പാകപ്പഴകളും ഒക്കെ സംഭവിക്കാത്തവരാരാ? ചിലർക്കൊക്കെ 1-2 പേർക്കൊക്കെ കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട്, അവരുടെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീണ്ടും ആൾട്ടർ ചെയ്യേണ്ടി വരും. ഇത് ഒരു കാരണവശാലും അവനവൻ്റെ അതേ ഫിറ്റാന്ന് പണ്ടൊരിക്കലും എനിക്കൊരു അനുഭവം ഉള്ളതുകൊണ്ടായിരുന്നു ഇത് എപ്പോഴും പറയുന്നത്. എനിക്ക് ഓൾട്ടർ ചെയ്യാനൊന്നും പോകാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് എങ്ങനെ റെഡിമെയ്ഡ് സാധനം വാങ്ങിച്ചിട്ട് നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ മെനക്കേടാന്ന് പറഞ്ഞാൽ ശരിയാവും. നമ്മൾ ഒരു കുർത്തി വാങ്ങിച്ചാൽ അത് ഓൾട്ടർ ചെയ്യുന്ന പോലെ തന്നെ ഇതും ചിലപ്പോൾ ഓൾട്ടർ ചെയ്യേണ്ടി വരും. നമ്മുടെ വണ്ണത്തിനനുസരിച്ച് നമ്മുടെ വണ്ണമായിട്ട് അത് അടിച്ചെടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ വലിയതൊന്നുമില്ല, സൈഡിൽ കൂടെ ഒരൊറ്റ അടിപ്പ് അത്രേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.